നമ്മൾ ഡ്രൈവർമാരുടെ പണിയിൽ രണ്ട് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മളെ അറബിയും വീട്ടുകാരൊക്കെ നല്ലതാവുക എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മളെ റൂമിന്റെ കാര്യങ്ങളാണ്. റൂം നന്നാവുക, അതേപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, റൂം, ഫുഡ്, അതൊക്കെ ഒന്ന് ഉഷാറാവണം എന്നുള്ളതാണ്. അത് ഈ അറബി നന്നാവലും അതേപോലെ തന്നെ നമ്മളെ റൂമും ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ ഖൈർ. പിന്നെ ഡ്യൂട്ടി പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഡ്യൂട്ടി അതും ഇതൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളിലെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കാം, സമാധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് തരം റൂമുകൾ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാബുണ്ണന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഇടാൻ മറന്നൊരു സംഭവമുണ്ട്, ബാബുണ്ണന്റെ റൂമിന്റെ വീഡിയോ. അത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. അതിന് പുറമെ വേറൊരുത്തന്റെ വീഡിയോ, റൂമിന്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ഏത് റൂമാണ് ഇഷ്ടപ്പെട്ടത് എന്ന്, നിങ്ങൾ അങ്ങനത്തെ ഏത് റൂമിലാണ് എന്ന്, അതുപോലെ തന്നെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ബാബണ്ണന്റെ കിച്ചൺ എന്ന് പറയുന്നത്. ഇതാണ് സെറ്റപ്പ്. ഇത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്, ഡോറുണ്ട്. ഇതാണ് കിച്ചൺ. ഇതിങ്ങനെ ബാത്റൂമിന്റെ വലിപ്പം നോക്കി. ഇതാണ് ബാത്റൂം. അതേപോലെ തന്നെ ഇതാണ് റൂം അല്ലേ ബാബണ്ണ? ഇത് റൂം. മാഷാ അല്ലാ, റൂം സംഭവം ഉസാറ്. അപ്പൊ ഈ കാണുന്നതാണ് റൂം. അപ്പൊ അതൊക്കെയാണ് രണ്ട് വീഡിയോസ്, രണ്ട് തരം റൂമിന്റെ. ഒരുപാട് തരം ഉണ്ട് ഇതിൽ. ഇങ്ങനെയല്ല, ഇതിലപ്പുറം ഉള്ളത് കൊണ്ട് നല്ല റൂം കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പൊ ബാബണ്ണന്റെ അൽഹംദുലില്ലാ, ബാബണ്ണന്റെ കഫീല് പറഞ്ഞു, നമ്മളെ കഫീലിന്റെ ഏട്ടനാണ് നമ്മളെ മേഡത്തിന്റെ ഏട്ടത്തി, അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അൽഹംദുലില്ലാ ബാബണ്ണന്റെ റൂം കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഇപ്പൊ പുതിയ വീട് കയറ്റുമ്പോഴും അവർക്ക് ഇതായിട്ടുള്ള റൂം കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അടുത്ത റൂം കണ്ടില്ലേ? അടുത്ത റൂമിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറങ്ങി വരുന്ന അവരുടെ വീടിന്റെ സ്റ്റെയർ കേസ് കാര്യങ്ങൾ, അതിന്റെ താഴെയാണ് റൂം വരുന്നത്. ആ റൂമിൽ കിടക്കാൻ എത്ര സ്പേസ് ഉണ്ട്, കിടന്നിട്ടൊന്ന് എണീക്കണം എന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്, കുക്ക് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അതിന് പുറമെ ബാത്റൂം കണ്ടോ? അതില് ബാത്റൂം ഇല്ല. ബാത്റൂമിന് വേണമെന്നുണ്ടെങ്കിൽ ദിവാനിയെ പോകണം. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങള്. പിന്നെ അവനായിട്ട് ഞാൻ സംസാരിച്ചു, അവന്റെ ഇന്റർവ്യൂ എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അവൻ അപ്പത്തിന് നാട്ടിൽ പോയി, കഷ്ടപ്പാടായിരുന്നു. വന്നിട്ട് 3 മാസത്തിന്റെ മീതായി. ലൈസൻസ് എടുക്കുമ്പോൾ ഒരു വട്ടം പൊട്ടി. പിന്നെ അതിനുശേഷം ലൈസൻസ് എടുക്കാൻ അധികം അവര് തയ്യാറായിട്ടുമില്ല. വണ്ടി കൊടുക്കുന്നുമില്ല. വണ്ടി കൊടുത്തു, പിന്നെ വണ്ടി കൊടുക്കൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ തന്നെ, ഫുഡ്, ഗിർഗർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് നമ്മള് എന്റെ റൂമല്ല, മാഡത്തിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ 2 വീട് അപ്പുറത്തായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ വീട് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതിന്റെ ഇടയിലാണ് മൂപ്പരെ പരിചയപ്പെട്ടത്. ശ്രീലങ്കക്കാരനാണ്. പിന്നെ ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നതാ. അപ്പൊ പിന്നെ ഫുഡ് കാര്യങ്ങള്, സാലറി കിട്ടുന്നില്ല. 3 മാസം സാലറി, ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ റൂമിന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഫുഡ് വെച്ചുണ്ടാക്കുന്നത്. ഇത്ര കാലം ഞാൻ അറിഞ്ഞിരുന്നില്ല സംഭവം. പിന്നെ പോകുന്നതിന്റെ തലേ ദിവസമാണ് വീണ്ടും മൂപ്പരെ കാണുന്നതും ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറയുന്നതും. അപ്പൊ ഇടക്കും തലക്കും കാണുമ്പോൾ ഇങ്ങനെ സലാം പറിച്ചൊരു കാര്യങ്ങള് നമുക്ക് ബുദ്ധിമുട്ടി. നമ്മൾ പ്രവാസികൾ അങ്ങനെയല്ലേ, അധികം ആൾക്കാരൊന്നും ബുദ്ധിമുട്ട് തുറന്നു പറയൂല പുറത്ത്. അപ്പൊ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു വട്ടം കണ്ട പരിചയത്തിൽ ഇങ്ങനെ സലാം പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഓക്കെ. പിന്നെ ഒരു വട്ടം ഇതേപോലെ ഞാനും മുടി വെട്ടാനും വേണ്ടി പോയപ്പോ ആ സമയത്താണ് നാളെ ഞാൻ നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതില് ആ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പൊട്ടി. പിന്നെ എടുക്കാൻ തയ്യാറാക്കിയില്ല. പിന്നെ വീട്ടിലത്തെ ദിവാനിന്റെ പണിക്കാക്കിയാലും നമുക്ക് ഫുഡ് നേരം പോലെ കിട്ടണില്ല. പിന്നെ വീട്ടിലത്തെ ക്ലീനിങ് കാര്യങ്ങളും മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ പണി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പാവം 3 മാസത്തോളം. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അവസാനം നാട്ടിക്ക് പോകാറിന്. നാട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. സാലറി ഇല്ല 3 മാസത്തോളമായിട്ട്. അതിന് പുറമെ തന്നെ പിന്നെന്താ പറയാ, നാട്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ കൊടുത്ത്, എന്നിട്ട് ടിക്കറ്റിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നാട്ടിലേക്ക് കയറി പോയിക്കണത്. ഇപ്പൊ നാട്ടിൽ കയറിപ്പോയി മൂപ്പര്. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ രണ്ടൊരവസ്ഥ. അപ്പൊ ഈ അവസ്ഥകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഹൗസ് ഡ്രൈവറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.